ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. കുട്ടികളുടെ വികൃതിയിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നുവോ? കൂളാക്കാൻ വഴികളുണ്ട്. സന്തോഷങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു യാത്രയാണ് രക്ഷാകർതൃത്വം. പ്രായോഗികമായ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുകയാണ് ഈ യാത്രയുടെ സുഗമമാക്കുന്നതിന്റെ അടിസ്ഥാനം. ഓരോ കുട്ടിയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകണമെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അനാവശ്യ പ്രതീക്ഷകൾ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. ഒരിക്കലും അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് അനാവശ്യ സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം. കുട്ടികളുടെ വികൃതിയിലും അനുസരണക്കേടിലും നിയന്ത്രണം നഷ്ടപ്പെടുന്നത് മാതാപിതാക്കളിൽ സാധാരണമാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ഘട്ടത്തിൽ പിടിവിടുകയും കുട്ടികൾ ഭയപ്പെടുകയും കരയുകയും ചെയ്യും വണ്ണം ഒച്ചയിടുകയും ചിലപ്പോൾ അടി കൊടുക്കുന്നതുമൊക്കെ ചെയ്യുന്നത് മിക്ക മാതാപിതാക്കൾക്കുമുള്ള ഒരു സ്വഭാവമാണ്. പക്ഷെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് അത് നന്നല്ല. അവരുടെ നന്മയെ കരുതി ചെയ്യുന്നതാണെങ്കിൽ പോലും പിന്നീടുള്ള അവരുടെ മാനസികാരോഗ്യത്തെ അത് ബാധിക്കുക തന്നെ ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ കൂളാക്കാനും കുട്ടികളോട് ശാന്തമായ കാര്യങ്ങൾ ചോദിച്ചറിയാനും പറഞ്ഞു മനസ്സിലാക്കാനും മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ വളർച്ചയും വികാസവും മനസ്സിലാക്കുക. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ജനിതക ഘടകങ്ങളും വളർന്നു വരുന്ന പരിസ്ഥിതിയും അവരുടെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ വ്യക്തിഗത പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ സമീപനം കുട്ടികളെ പിന്തുണയ്ക്കുന്ന വളർച്ചാ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആശയവിനിമയമാണ് പ്രധാനം. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള തുറന്ന ആശയവിനിമയം വിശ്വാസവും ധാരണയും വളർത്തുന്നു. മുൻവിധിയില്ലാതെ കുട്ടികളുടെ ചിന്തകളും വികാരങ്ങളും കേൾക്കുന്നത് ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. സ്വയം പ്രകടിപ്പിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരിൽ മികച്ച വൈകാരിക ആരോഗ്യത്തിന് ഇടയാക്കും. അതിരുകൾക്ക് ക്രമീകരണം. രക്ഷാകർത്തൃത്വത്തിൽ വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പരിമിതികളെ കുറിച്ചും അനന്തരഫലത്തെക്കുറിച്ചും കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. നിയമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നു. സ്ഥിരമായ അതിരുകൾ സുരക്ഷിത ബോധം പ്രദാനം ചെയ്യുന്നു. അവരുടെ മൊത്തത്തിലുള്ള വികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. അപൂർണതയെ അംഗീകരിക്കുക. മാതാപിതാക്കളോ കുട്ടികളോ എല്ലാം തികഞ്ഞവരല്ല. ഈ വസ്തുത അംഗീകരിക്കുന്നത് ഇരുവശത്തുമുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നു. തെറ്റുകൾ സ്വാഭാവികമാണ്. അവ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നൽകുന്നു. അപൂർണതകളെ ആശ്ലേഷിക്കുന്ന മാതാപിതാക്കൾക്ക് പാരന്റിംഗ് യാത്ര കൂടുതൽ ആസ്വാദകരമായിരിക്കും. കുട്ടി വികൃതി കാണിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ രൂപപ്പെടുന്ന സമ്മർദ്ദപൂരിതമായ സാഹചര്യങ്ങൾ ലഘൂകരിക്കാൻ നർമ്മം ഉപയോഗിക്കുക. ഈ രീതി കുട്ടിയെയും മാതാപിതാക്കളെയും ശാന്തമാക്കാനും കൂടുതൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ചിരിയുടെ ശക്തി. രക്ഷകർതൃത്വത്തിൽ ചിരി ഒരു ശാന്തമായ ഉപകരണമാണ്. ഇത് പിരിമുറുക്കം ഇല്ലാതാക്കാൻ സഹായിക്കുകയും മികച്ച ആശയവിനിമയം അനുവദിക്കുകയും ചെയ്യുന്നു. രക്ഷിതാക്കൾ നർമ്മം ഉപയോഗിക്കുമ്പോൾ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുകയും മാർഗനിർദ്ദേശത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുകയും ചെയ്യുന്നു. നർമ്മത്തിന്റെ പ്രയോജനങ്ങൾ. നർമ്മം മാനസികാവസ്ഥയെ ലഘൂകരിക്കുക മാത്രമല്ല മാതാപിതാക്കളുടെയും കുട്ടികളുടെയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് സ്വയം പ്രകടിപ്പിക്കാൻ സുരക്ഷിതമായി തോന്നുന്ന ഒരു നല്ല അന്തരീക്ഷം ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സമീപനം മെച്ചപ്പെട്ട പെരുമാറ്റത്തിനും സഹകരണത്തിനും ഇടയാക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.